ഹലോ ഫ്രണ്ട്സ്, വിചിത്രവും അപൂർവവുമായ ജീവികളുടെ കഥകൾ നാം കേട്ടിട്ടുണ്ട്. എന്നാൽ അവയിൽ ഏറ്റവും ദുഷ്ടവും ഭയപ്പെടുത്തുന്നതുമായ ഒരു അമാനുഷിക ശക്തിയെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. തികച്ചും ദുഷ്ടമായ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആഫ്രിക്കൻ ഐതിഹ്യം ടോക്കലോഷിനെ കുറിച്ച് നമുക്ക് പരിശോധിക്കാം. എന്താണ് ടോക്കലോഷി? കെട്ടിടത്തിലെ ഒരു ലിഫ്റ്റ് തകരാറിലായതിനാൽ പടികൾ കയറേണ്ടി വന്നതിന് ശപിച്ചുകൊണ്ട് ആ ഡിറ്റക്റ്റീവ് മുകളിലേക്ക് കയറി. കിതച്ചുകൊണ്ട് 13ാം നിലയിലെത്തിയ അദ്ദേഹം കാവൽ നിന്നിരുന്ന പോലീസുകാരനുമായി എന്തൊക്കെയോ സംസാരിച്ച ശേഷം ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തേക്ക് കയറി. അവിടെ കിടക്കയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കിടക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം വളരെ സൂക്ഷ്മമായി അദ്ദേഹം മൃതദേഹ പരിശോധന നടത്തി. പക്ഷേ മരണകാരണം എന്താണെന്ന് കണ്ടെത്താൻ അയാൾക്ക് കഴിഞ്ഞില്ല. പിന്നീട് മരിച്ച സ്ത്രീയുടെ ഭർത്താവിന് ചോദ്യം ചെയ്തു. അയാൾ എന്തിനെയോ ഭയപ്പെടുന്നതായിട്ട് ആ കുറ്റാന്വേഷകന് തോന്നി. തമ്മിൽ ബന്ധമില്ലാതെ സംസാരിക്കുന്നത് പോലെ എന്തൊക്കെയോ പുലമ്പുന്നു. ആദ്യമൊന്നും തുറന്ന് സംസാരിക്കാൻ കൂട്ടാക്കാതിരുന്ന അയാൾ അവസാനം ഈ മരണത്തെക്കുറിച്ച് ചിലതെല്ലാം പറഞ്ഞു. ഈ കേസിൽ മരിച്ച സ്ത്രീയുടെ ഭർത്താവ് നൽകിയ മൊഴി ഇങ്ങനെയായിരുന്നു. അന്ന് രാവിലെ ഉറക്കമുണർന്നപ്പോൾ ഭാര്യ അനക്കമില്ലാതെ കിടക്കുന്നത് അയാൾ കണ്ടു. അവളെ ഉണർത്താൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് തോന്നി ആംബുലൻസ് വിളിക്കാൻ പോകുന്നതിനിടയിലാണ് മുറിയുടെ മൂലയിൽ വിചിത്രമായ എന്തോ ഒന്ന് വിളിക്കാൻ ശ്രമിക്കുന്നതായിട്ട് അയാൾ കണ്ടത്. മങ്ങിയ വെളിച്ചത്തിൽ ചുവന്ന കണ്ണുകളുള്ള ഇരുണ്ട രോമങ്ങൾ നിറഞ്ഞ ഒരു ചെറിയ കുട്ടിയുടെ മാത്രം വലുപ്പമുള്ള ഒരു രൂപമായിരുന്നു അത്. പെട്ടെന്ന് തന്നെ തൻ്റെ കൈത്തോക്ക് ഉപയോഗിച്ച് അയാൾ തറയിൽ നിന്ന് 2 അടി മാത്രം ഉയരത്തിൽ ആ ജീവിയെ ലക്ഷ്യമാക്കി 3 തവണ വെടിയുതിർത്തു. എങ്കിലും ആ ജീവി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഡിറ്റക്റ്റീവ് അയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം തൻ്റെ നോട്ട് പേഡിൽ കുറിച്ചെടുത്തു. അവസാനമായി ഒരു വാക്ക് കൂടി എഴുതി ചേർത്ത് അതിനു താഴെ ചുമന്ന മഷി കൊണ്ട് ഒരു അടിവരയിട്ടു. ആ വാക്ക് ഇതായിരുന്നു: ടോക്കലോഷി. എന്താണ് ടോക്കലോഷി? 17ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ദക്ഷിണാഫ്രിക്കയിലെത്തിയ ഡച്ച് വ്യാപാരികളിലൂടെയാണ് ടോക്കലോഷി എന്ന ഐതിഹ്യം പുറലോകം ആദ്യമായിട്ട് അറിയുന്നത്. അവരുടെ വീടുകളിലെ തദ്ദേശീയരായ ജോലിക്കാർ തങ്ങളുടെ കിടക്കകൾ തറയിൽ നിന്ന് വളരെ ഉയർത്തി വയ്ക്കുന്നത് അവർ ശ്രദ്ധിച്ചു. ഇതിനെക്കുറിച്ച് ആ വ്യാപാരികൾ ചോദിച്ചപ്പോൾ ഉറക്കത്തിൽ മരിക്കാതിരിക്കാനാണ് എങ്ങനെ ചെയ്യുന്നത് എന്നായിരുന്നു അവർ മറുപടി പറഞ്ഞത്. ഓരോ വീട്ടിൽ താമസിക്കുന്ന മറ്റുള്ളവർ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ കുട്ടികളും യുവതികളും ദുരൂഹമായി മരണപ്പെടുന്ന സംഭവങ്ങൾ അവിടെ പതിവായിരുന്നു. ടോക്കലോഷി എന്ന ചെറിയ പിശാചാണ് ഇതിന് കാരണമെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യാൻ ആളുകൾ ഈ പിശാചിനെ ഉപയോഗിച്ചിരുന്നത്രേ. ഇതിനായി ഒരു മന്ത്രവാദി അടുത്തിടെ കുഴിച്ചിട്ടൊരു മൃതദേഹം പുറത്തെടുത്ത് അതിൻ്റെ കണ്ണുകൾ ചൂടായ ലോഹം കൊണ്ട് തുളച്ച് അതിൽ ഒരു മാന്ത്രിക പൊടി നിറയ്ക്കുന്നു. ഒരു പ്രത്യേക മന്ത്രം ജപിക്കുന്നതോടെ ആ മൃതദേഹം ചുരുങ്ങി ചെറുതാവുകയും ഒരു ടോക്കലോഷിയായി ജീവൻ പ്രാപിക്കുകയും ചെയ്യും. എലിയോട് സാമ്യമുള്ള രോമങ്ങളും മൂർച്ചയുള്ള നഖങ്ങളും പല്ലുകളുമുള്ള ഒരു മനുഷ്യക്കുട്ടിയുടെ മാത്രം വലുപ്പമുള്ള ഒരു രൂപമാണതിന്. കുറച്ച് വെള്ളം കുടിച്ചോ അല്ലെങ്കിൽ ഒരു ചെറിയ കല്ല് വിഴുങ്ങിയോ മനുഷ്യരുടെ കണ്ണുകൾക്ക് മുന്നിൽ നിന്ന് പൂർണ്ണമായും അദൃശ്യനാകാനുള്ള കഴിവും ഇതിനുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. തൻ്റെ യജമാനൻ കാണിച്ചു കൊടുക്കുന്ന ഇരകളുടെ വീട്ടിൽ ഈ പിശാച് രഹസ്യമായി പ്രവേശിക്കുന്നു. അവർ ഉറങ്ങുമ്പോൾ ഇത് അതിൻ്റെ മൂർച്ചയുള്ള നഖങ്ങൾ കൊണ്ട് അവരെ മാന്തുന്നു. ഇത് വലിയ മുറിവുകൾക്കും അണുബാധയ്ക്കും കാരണമാകുന്നു. ഇര പെട്ടെന്ന് തന്നെ മരണപ്പെടുകയും ചെയ്യുന്നു. കൂടാതെ ഇത് ഉറങ്ങിക്കിടക്കുന്ന ഇരകളുടെ കാതുകളിൽ രഹസ്യമായിട്ട് എന്തൊക്കെയോ മന്ത്രിക്കുന്നു. അതോടെ അവരുടെ മനസ്സ് ഈ പിശാചിൻ്റെ നിയന്ത്രണത്തിലാകുന്നു. ഇരകൾക്ക് അവരുടെ പങ്കാളികളോടുള്ള താല്പര്യം നശിപ്പിക്കുകയോ അല്ലെങ്കിൽ സ്വന്തം കുടുംബാംഗങ്ങൾക്ക് നേരെ തന്നെ ആക്രമണം നടത്താനും അവരെ കൊലപ്പെടുത്താനും അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ചില സമയങ്ങളിൽ യജമാനന്മാർ ഇതിന് വലിയൊരു വില കൊടുക്കേണ്ടി വരും. ടോക്കലോഷിനെ വിളിച്ചു വരുത്തുന്ന ആളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ ജീവൻ ഈ പിശാച് പ്രതിഫലമായി ആവശ്യപ്പെടുന്ന സന്ദർഭങ്ങളുണ്ട്. ഈ പിശാചിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം കിടക്കകൾ തറയിൽ നിന്ന് അരക്കെട്ടിൻ്റെ എങ്കിലും ഉയരത്തിൽ ഉയർത്തി വയ്ക്കുക എന്നുള്ളതാണ്. തറയിൽ നിന്ന് മുകളിലേക്ക് വരാൻ ഈ ജീവിക്ക് കഴിയില്ല എന്നാണ് ഇതിൻ്റെ പിന്നിലുള്ള വിശ്വാസം. ടോക്കലോഷിയെ പറ്റി സൗത്ത് ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിൽ പ്രചാരത്തിലുള്ള ഭീതിപ്പെടുത്തുന്ന ചില കഥകളുണ്ട്. അതിൽ ചില സംഭവങ്ങളാണ് ഞാൻ താഴെ പറയുന്നത്. ഒന്നാമതായിട്ട് 1950കളിലെ കൊലപാതകം. ദക്ഷിണാഫ്രിക്കയുടെ ഉൾനാടുകളിൽ നടന്ന ഒരു കൊലപാതക പരമ്പരയിൽ പിടിയിലായ പ്രതി താൻ സ്വയം നിയന്ത്രണത്തിലായില്ല എന്ന് അവകാശപ്പെട്ടു. ഭാര്യയുടെ അരികിൽ കിടന്നിരുന്ന ചെറിയ രൂപത്തെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അത് തൻ്റെ തോളിൽ കയറിയിരുന്നെന്നും പിന്നീട് തൻ്റെ നിയന്ത്രണം ആ പിശാചിൻ്റെ കയ്യിലാണെന്നും അതാണ് തന്നെ കൊണ്ട് കൊലപാതകങ്ങൾ ചെയ്യിച്ചതെന്നും അയാൾ പറഞ്ഞു. രണ്ടാമതായിട്ട് പറയുന്നൊരു കഥ ഒരു പുരോഹിതൻ്റെ അനുഭവമാണ്.
1990കളിൽ സിംബാബ്വേയിലെ ഒരു പുരോഹിതൻ സമാനമായ ഒരു അനുഭവം നേരിട്ടു. തൻ്റെ വീട്ടുജോലിക്കാരി തന്നെ കൊല്ലാൻ അമാനുഷിക ശക്തികൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്ന ഒരു സ്ത്രീ അതിൽ നിന്ന് രക്ഷ നേടാൻ പുരോഹിതനെ സമീപിക്കുന്നു. അധികം വൈകാതെ ആ സ്ത്രീയുടെ വീട്ടിൽ പുരോഹിതൻ പരിശോധന നടത്തി. അവിടെ വെച്ച് ചുവന്ന കണ്ണുകളുള്ള ഒരു കുട്ടിയുടെ അത്ര വലുപ്പമുള്ള രൂപത്തെ അദ്ദേഹം നേരിൽ കാണുകയും തൻ്റെ കുരിശും പ്രാർത്ഥനകളും ഉപയോഗിച്ച് അതിനെ തുരത്തുകയും ചെയ്തു. ദിവസങ്ങൾക്ക് ശേഷം ആ ജോലിക്കാരി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയും ചെയ്തു. മൂന്നാമതായി കഥ 2016 തട്ടിക്കൊണ്ടുപോകലാണ്. സിംബാബ്വേയിൽ കാണാതായ 13 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചെത്തിയപ്പോൾ പറഞ്ഞത് ടോക്ലോഷുകളുടെ നിയന്ത്രണത്തിലുള്ള ഒരു കൂട്ടം ആളുകൾ തന്നെ തട്ടിക്കൊണ്ടുപോയി എന്നാണ്. കുട്ടികളെ കൊലപ്പെടുത്താനും അവരുടെ മാംസം തിന്നാനും ആ പിശാചുകൾ ആ വീട്ടുകാരെ നിർബന്ധിച്ചിരുന്നതായി അവൾ പറഞ്ഞു. ഇത് കേട്ട നാട്ടുകാർ ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ആളുകൾ താമസിച്ചിരുന്ന വീട് തീയിട്ട് നശിപ്പിച്ചു. ഇത്തരം ദുരൂഹ മരണങ്ങൾക്ക് പിന്നിൽ ശാസ്ത്രീയമായ ഒരു കാരണമുണ്ടെന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നു. ആഫ്രിക്കൻ കുടുംബങ്ങൾ പരമ്പരാഗതമായി തറയിലാണ് കിടന്നിരുന്നത്. തണുപ്പകറ്റാൻ അവർ വീടിനുള്ളിൽ തീ കത്തിച്ചു വയ്ക്കും. രാത്രിയിൽ തീ വീടിനുള്ളിലെ ഓക്സിജൻ വലിച്ചെടുക്കുകയും പകരം വിഷവാതകമായ കാർബൺ മോണോക്സൈഡ് നിറയ്ക്കുകയും ചെയ്യും. ഇത് ശ്വസിച്ചാണ് പലരും ഉറക്കത്തിൽ മരിച്ചിരുന്നത്. ഓക്സിജനെ അപേക്ഷിച്ച് താരതമ്യേന കട്ടി കൂടിയ വാതകമാണ് കാർബൺ മോണോക്സൈഡ്. അതുകൊണ്ട് അത് മുറിയുടെ താഴെ ഭാഗത്ത് അടിഞ്ഞുകൂടുന്നു. ഉയർന്ന സ്ഥലത്ത് കിടക്കുന്നവരെക്കാൾ മരണസാധ്യത താഴെ തറയിൽ കിടക്കുന്നവർക്കാകുന്നത് അതുകൊണ്ടാണ്. ഇതിൻ്റെ ശാസ്ത്രീയ കാരണം അറിയാത്ത ആളുകൾ ഇതിനു പിന്നിൽ ടോക്ലോഷി എന്ന ഐതിഹ്യമാണ് എന്ന് വിശ്വസിച്ചു. പിന്നീട് മറ്റുള്ളവർക്ക് നേരെയുള്ള ആക്രമണങ്ങളെയും കൊലപാതകങ്ങളെയും ന്യായീകരിക്കാനുള്ള ഒരു ഉപാധിയായി ഈ ഐതിഹ്യം മാറി. ടോക്ലോഷി എന്ന ജീവിക്ക് യാതൊരുവിധ ശാസ്ത്രീയ തെളിവുകളില്ല. ഒരുപക്ഷെ മനുഷ്യൻ്റെ ഉള്ളിലെ തിന്മയുടെ ഒരു മനഃശാസ്ത്രപരമായ രൂപം മാത്രമായിരിക്കാം ഈ ടോക്ലോഷി എന്ന കുഞ്ഞു ഭീകരൻ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൽക്കാലം ഗുഡ് ബൈ.